the average age of 7 members of a family is 35 years. 7 members, n equal to 7, average equal to 35 years. If one of the family members whose age is 35 years is not included, then the age of other 6 family members is in the ratio 1 is to 2 is to 3 is to 4 is to 5 is to 6. ഈ ഒരു റേഷ്യോയിലാണ് ഉള്ളത്. അതായത് 7 മെമ്പേഴ്സിന്റെ ആവറേജ് ആണ് ഇവിടെ തന്നേക്കുന്നത്. 35 ഇയർ ഓൾഡ് ഉള്ള ഒരാളെ മാത്രം എക്സ്ക്ലൂഡ് ചെയ്താൽ ബാക്കി എത്ര പേരാണുള്ളത്? 6 പേരാണുള്ളത്. ആ 6 പേരുടെയും ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വരുന്നത്. ഈ ഒരു പ്രൊപ്പോർഷനിലാണ് അവരുടെ ഏജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഫൈൻഡ് ദ ഏജ് ഓഫ് ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി. അതിൽ ഏറ്റവും മൂത്ത ആളുടെ ഏജ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അതായത് ഈ ആളുടെ ഏജ്. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ആദ്യം n തന്നിട്ടുണ്ട്, ആവറേജും തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെയും ഏജിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 35 into 7. 35 into 7. ഓക്കെ, 35 into 7 നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ കാണാം? 30 into 7 അറിയാം അല്ലെ? 30 into 7 എന്ന് പറഞ്ഞാൽ 210. 35 അല്ലെ? 245 ആയിരിക്കും 35 into 7ന്റെ ആൻസർ. നേരിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. വേറെ റാൻഡം നമ്പേഴ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലും മതി. 245 ആണ് ടോട്ടൽ 7 മെമ്പേഴ്സിന്റെ ടോട്ടൽ ഏജ് ആണ് 245 എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു 35 ഏജ് ഉള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്ക്ലൂഡ് ചെയ്യുവാണ്. എന്ന് പറഞ്ഞാൽ 245 മൈനസ് 35 എന്ന് പറയുന്നത് 210 കിട്ടും അല്ലെ? 210 അതാണ് 6 മെമ്പേഴ്സിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്. 6 മെമ്പേഴ്സിന്റെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്? 1:2, 2:2, 3:2, 4:2, 5:6. ഓക്കെ, ഇതിനെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്? ഈ രീതിയിൽ റേഷ്യോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 1 പ്ലസ് ആദ്യം ഇതിനെ മുഴുവൻ ആഡ് ചെയ്യാം. 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 which is equal to 21 കിട്ടും. ഇനി ഈ ഒരു 21ൽ നിന്ന് 21 ഇതിലെ ഒരു പോർഷൻ എന്ന് പറയുന്നത് 21 ആണ്. ഓക്കെ, സോറി, ഇതിന്റെ സം എന്ന് പറയുന്നത് 21 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ടോട്ടലിനെ 210 എന്ന് പറയുന്നതിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് കിട്ടും 10 എന്ന് കിട്ടും. 210 ഡിവൈഡഡ് ബൈ 21 എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു പ്രപ്പോർഷനിലെ 1 പോർഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് 10. അപ്പോ ഇവരുടെ ഏജുകൾ എങ്ങനെയായിരിക്കും? 10, 20, 30, 40, 50 and 60. ഓക്കെ, ഈ രീതിയിലായിരിക്കും ഇവരുടെ ഏജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. നമ്മളോട് ചോദിച്ചത് എന്താണ്? എൽഡസ്റ്റ് മെമ്പറിന്റെ ഏജ് ആണ്. എൽഡസ്റ്റ് മെമ്പറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 60. ഓപ്ഷൻ നമ്പർ 1, 60 will be the answer. Next one, average age of a group of 40 boys is 15 years. നമ്പർ എന്ന് പറയുന്നത് 40 ആണ്. ആവറേജ് എന്ന് പറയുന്നത് 15 years ആണ്. A boy of 20 years leaves the group. അപ്പൊ ഇതിൽ നിന്ന് ഒരു ബോയ് ലീവ് ചെയ്യാണ് 20 years ഉള്ള. ആൻഡ് ന്യൂ ബോയ് ജോയിൻസ് ദ ഗ്രൂപ്പ്. ഒരു ന്യൂ ബോയ് ജോയിൻ ചെയ്യുവാണ്. ഏജ് ഒന്നും പറഞ്ഞിട്ടില്ല. If the average age of the new group become 15.2 years, ഇവിടെ ഒരാളും കൂടെ എൻ്റർ ചെയ്തപ്പോ അവരുടെ എന്താണ് ഏജിന്റെ ആവറേജ് എന്ന് പറയുന്നത് 15.2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ദെൻ ഫൈൻഡ് ദ ഏജ് ഓഫ് ന്യൂ ബോയ്. ഇപ്പൊ ന്യൂ ബോയുടെ ഏജ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഏജ് ഓഫ് ബോയ് 2 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് എന്നും കിട്ടിയിട്ടുണ്ട്, ആവറേജും കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? n into average. 40 into
15. എങ്ങനെ കണ്ടുപിടിക്കാം? 40 into 15 എന്ന് പറഞ്ഞാൽ 15 into 4 എത്രയാണ്? 60 അല്ലേ? അപ്പൊ 600 കിട്ടും. 600 കിട്ടി. ഇനി നമ്മളോട് പറയുന്നത് 20 ഇയേഴ്സ് ഉള്ള ഒരു കുട്ടി ഇവിടുന്ന് ലീവ് ചെയ്യുവാണ്. ഓക്കെ, 20 ഇയേഴ്സ് ഉള്ള ഒരു കുട്ടി ലീവ് ചെയ്യാന്ന് പറഞ്ഞാൽ -20. എന്നിട്ട് ഒരു പുതിയ കുട്ടി ആഡ് ചെയ്യുവാണ്. പ്ലസ് എക്സ് ആയിട്ട് എടുക്കാം നമുക്ക് ആ ഏജിനെ. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഇനി നമ്മളിനി ആവറേജ് കാണാൻ പോവാണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 40. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡന്റ്. ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? 15.2 തന്നിട്ടുണ്ട്. 2 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാണേണ്ടത് എന്താണ്? ഏജ് ഓഫ് ദാറ്റ് ബോയ്. അതാണ് ഈ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ കാണാം? 15.2 into 40. 15.2 into 40 equal to 580 plus x. 580 plus x. അപ്പോ 15.2 into 40 എന്ന് പറഞ്ഞാൽ 15.2 15 into 40 എത്രയായിരിക്കും? 15 into 40 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 15 into 4 കണ്ടുപിടിക്കാം. 15 into 4 എന്ന് പറയുന്നത് 60 ആണ് അല്ലെ? 60.2 into 40. 15 into 40 എന്ന് പറയുന്നത് 600 പ്ലസ് 0.2 into 40 എന്ന് പറയുന്നത് 8. ഓക്കെ, 8. അപ്പോ 608 കിട്ടും നമുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 608 മൈനസ് 580 ഈക്വൽ ടു എക്സ് കിട്ടും. സോ എക്സ് ഈക്വൽ ടു 608 മൈനസ് 580 എത്രയാണ്? 20 പ്ലസ് 8 which is 28. അപ്പോ ന്യൂ ബോയുടെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 28 years. The average age of a family of 5 members 3 years ago was 17 years. അപ്പോ 3 years ago ആവറേജ് എന്ന് പറയുന്നത് 17 years ആണ്. എത്ര ആ പേഴ്സൺസിന്റെ മെമ്പറുടെ നമ്പർ എന്ന് പറയുന്നത് 5. In spite of the birth of child in the family during these 3 years, the present average age of the family remains the same. ഇപ്പോ അവരുടെ ഫാമിലിയിലേക്ക് ഒരു ചൈൽഡും കൂടെ വന്നിട്ടുണ്ട്. ആ ചൈൽഡിന്റെ ഏജും കൂടെ ചേർത്തിട്ട് ഇവരുടെ ആവറേജ് കാണുമ്പോൾ അവരുടെ ആവറേജ് വരുന്നത് സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നൗ ആവറേജ് ഈക്വൽ ടു 17 തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്പർ എന്ന് പറയുന്നത് 6 ആയി. ഓക്കെ, നമ്പർ എന്ന് പറയുന്നത് 6. ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ എന്ന് പറഞ്ഞാൽ 17 into 5 ആണ്. ഓക്കെ, 17 into 5 അത് 3 വർഷം മുന്നേ ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ അവരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 17 into 5 പ്ലസ് എല്ലാവരുടെ ഏജിന്റെ കൂടെയും 3 കൂടെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ 5 പേരുടെ ഏജിന്റെ കൂടെയും 3 ആഡ് ചെയ്യുന്നു. അപ്പൊ 5 into 3. ഓക്കെ, 17 into 5 പ്ലസ് 5 into 3. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 17 into 5 എന്ന് പറഞ്ഞാൽ നമുക്കിതിന് എങ്ങനെ എഴുതാം? 20 into 5 എന്ന് എഴുതിക്കൂടെ? 17 into 5 പിന്നെ 5 into 3 കൂടെ എടുക്കുന്നുണ്ട്. അപ്പൊ 20 into 5 എഴുതാം. 100. ഓക്കെ, ടോട്ടൽ ഏജ്, ഇപ്പോഴത്തെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 100 ആണ്. ഇപ്പോഴത്തെ ടോട്ടൽ ഏജ്, അതിന്റെ കൂടെ ആ കുട്ടിയുടെയും കൂടെ ഏജ് കൂട്ടുന്നുണ്ട്. അപ്പോ 100 പ്ലസ് ആ കുട്ടിയുടെ ഏജ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് എത്രയാണ്? 17 കിട്ടണം ഈ ഒരു ആവറേജ്. അപ്പോ 100 പ്ലസ് എക്സ് എന്ന് പറയുന്നത്
17 into 6. ഓക്കെ, 17 into 6 എങ്ങനെ എളുപ്പത്തിൽ കാണാം? 17 into അല്ലെങ്കിൽ 10 into 6 കാണുക, 60 plus 7 into 6, 42. ഓക്കെ, 102 എന്ന് കിട്ടും. 100 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 102 ആയിരിക്കും. അപ്പൊ എക്സ് എത്രയായിരിക്കും? രണ്ടും കൂടെ എന്തോ കൂട്ടിയപ്പോഴാണ് 102 കിട്ടിയത്. അപ്പൊ എക്സ് എത്രയായിരിക്കും? 2. ഏജ് ഓഫ് ദ ചൈൽഡ് വിൽ ബി 2 years. Present age of the father of a boy is twice the age of the boy. അപ്പൊ ബോയുടെ ഏജ് എക്സ് ആണെങ്കിൽ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 2x ആണ്. 6 years later, the ratio of their ages will be 11:6. After 6 years, അതായത് 8x plus 6ഉം 2x plus 6ഉം രണ്ടുപേരുടെ ഏജിന്റെ കൂടെ 6 ആഡ് ചെയ്തു. അപ്പോ റേഷ്യോ വരുന്നത് 11:6 ആണ്. ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് ദ ബോയ്. പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റേഷ്യോയിലേക്ക് മാറ്റാം. റേഷ്യോ ആ ഒരു ഇക്വേഷനിലേക്ക് മാറ്റാം. എങ്ങനെയാണ് എടുക്കുന്നത്? ഇപ്പൊ ഫാദറിന്റെ നമ്മൾ ടോപ്പിൽ എടുക്കാം. 2x പ്ലസ് 6 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 6 എന്ന് പറയുന്നത് ഫാദറിന് കറസ്പോണ്ടിങ് ആയിട്ട് 11 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 6ന് കറസ്പോണ്ടിങ് ആയിട്ട് 6. ഓക്കെ, ഈ ഒരു റേഷ്യോയിലാണ് ഫാദറിന്റെയും സണ്ണിന്റെയും ഏജ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ 6 into 2x plus 6 equal to 11 into x plus 6. Okay, 12x plus 36 equal to 11x plus 66 കിട്ടും. ഇനി ഇതിങ്ങോട്ടും കൊണ്ടുവരാം നമുക്ക്. 12x മൈനസ് 11x എന്ന് പറയുമ്പോൾ x. ഓക്കെ, ഈക്വൽ ടു 66 മൈനസ് 36 which is equal to 30. Okay, correct option will be 38 years. Present age of the boy. ബോയുടെ ഏജ് എന്ന് പറയുന്നത് x ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ages of two sisters A and B are in the ratio of 7:6. A is to B എന്ന് പറയുന്നത് 7:6 ആണ്. After 12 years, the ratio of their ages will be 99:8. അതായത് 12 വർഷം കഴിഞ്ഞതിന് ശേഷം എന്താണ്? 9:8 ആവുന്നുണ്ട്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ their ages. അപ്പോൾ ഇവരുടെ ഏജസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എയുടെ ഏജ് എന്ന് പറയുന്നത് 7x ആണെങ്കിൽ ബിയുടെ ഏജ് എന്തായിരിക്കും? 6x ആയിരിക്കും അല്ലെ? ഈ രീതിയിലാണ് അതിന്റെ റേഷ്യോ വരുന്നത്. ഇനി 12 വർഷങ്ങൾക്ക് ശേഷമോ പ്ലസ് 12 ആവും, രണ്ടും പ്ലസ് 12 ആവും. ഇനി നേരത്തെ പോലെ നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ എടുക്കാം. 9/8 എന്ന് എടുക്കാം. ഓക്കെ, A/B ഈക്വൽ ടു 9/8. ഓക്കെ, സെയിം മെത്തേഡ് ആണ്. അപ്പൊ നമുക്ക് ചോദിക്കും ഏതാണ് കൂടുതൽ എമൗണ്ട് എന്ന്, ഏജിന്റെ കൂടുതൽ വാല്യൂ ഏതിനാ വന്നതെന്ന് എങ്ങനെയാ മനസ്സിലായത്? ഇപ്പൊ 7:6 ആയതുകൊണ്ട് തന്നെ ഇതായിരിക്കും കൂടുതൽ വാല്യൂ. 9:8 ആവുമ്പോൾ ഇതായിരിക്കും കൂടുതൽ വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം? 8 into 7x plus 12 equal to 9 into 6x plus 12. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നമ്മളിത് മുഴുവനും കാൽക്കുലേഷൻ കുറെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? 7x into 8x എന്ന് പറയുന്നത് 56x കിട്ടും, പ്ലസ് 8 into 12. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, അല്ലാണ്ട് ഒരു മെത്തേഡ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. 9 into 6 എന്ന് പറയുന്നത് 54 കിട്ടും. 54 പ്ലസ് 9 into 12 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ 54x പ്ലസ് 9 into 12. ഇനി നേരത്തെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 56x മൈനസ് 54x 2x കിട്ടും. 2x ഈക്വൽ ടു
ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 9 into 12 minus 8 into 12 എന്ന് പറഞ്ഞാൽ 12 ആയിരിക്കും അല്ലെ? പിന്നെ 112 അല്ലേ വരുന്നുള്ളൂ. 9 into 12 minus 8 into 12 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് 12 മാത്രമേ വരുന്നുള്ളൂ. 2x equal to 12 കിട്ടി. സോ x will be 6. x എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഏജസ്. അവരുടെ ഏജുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. ഏജുകൾ തമ്മിൽ ഒന്നിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒരു യൂണിറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് ഈ എക്സ് എന്ന് പറയുന്നത്. കാരണം 7x ആണ് എയുടെ ഏജ് എങ്കിൽ 6x ആണ് മറ്റേ കുട്ടിയുടെ ഏജ്, ബിയുടെ ഏജ്. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 1x ആണ് അല്ലെ, വിച്ച് ഇസ് എക്സ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്? 6. ഓപ്ഷൻ നമ്പർ 3 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 6 years. Karan was born 3 years after his parents' marriage. പാരൻസിന്റെ മാരേജിന് ശേഷം, മാരേജ് കഴിഞ്ഞിട്ട് 3 yearsന് ശേഷമാണ് കരൺ ഉണ്ടായത്. ഓക്കെ, ഹിസ് ഫാദർ ഇസ് 6 years older than മദർ. ഫാദറിന്റെ ഏജ് മൈനസ് മദറിന്റെ ഏജ് എന്ന് പറയുന്നത് 6 years ആണ്. ബട്ട് 26 years older than കരൺ, who is 12 years of age as on today. അപ്പോ ടുഡേസ് ഏജ് എത്രയാണ് കരണിന്റെ? ടുഡേ കരൺ ഈക്വൽ ടു 12 years. ഓക്കെ, 26 years older than കരൺ, who is 12 years. അപ്പോ അവന്റെ മദർ എന്ന് പറയുന്നത് ഹിസ് മദർ, സോറി, ഹിസ് ഫാദർ ഈസ് 6 years older than ഹിസ് മദർ ബട്ട് 26 years older than, അതായത് ഫാദറിനെയാണ് കമ്പയർ ചെയ്യുന്നത് കേട്ടോ. ഫാദർ എന്ന് പറയുന്നത് കരണിനേക്കാളും 26 years ഡിഫറൻസ് ഉണ്ട്. അപ്പൊ 12 plus 26 ആയിരിക്കും ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത്. കരണിന് 12, അതിനേക്കാളും 26 വയസ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ 38 ആണ് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത്. ഇനി ചോദിക്കുകയാണ് അറ്റ് വാട്ട് ഏജ് ഡിഡ് ഹിസ് മദർ ഗെറ്റ് മാരീഡ്. അപ്പോ മദർ എപ്പോഴാണ് മാരേജ് ചെയ്തതെന്ന് ചോദിക്കുന്നത്. ഫാദറിന്റെ ആണെങ്കിൽ നമുക്ക് പറയാം 26 എന്ന് പറയാം. പക്ഷെ ഫാദറും മദറും തമ്മിൽ 6 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഫാദറിന് ഇപ്പോ 26 years ആണെങ്കിൽ, സോറി, ഫാദറിന് കരൺ ഉണ്ടാവുമ്പോൾ ഫാദറിന് എത്ര വയസ്സാണ്? 26 years ആണ്. അതിനുശേഷമാണല്ലോ 12 ആഡ് ആവുന്നത്. കരൺ ജനിച്ചതിന് ശേഷം 12 ആഡ് ആവുന്നത്. ആ സമയത്ത് കരൺ ജനിക്കുമ്പോ എത്രയാണ്? ഓക്കെ, ഫാദറിന് 26 years ആണ്. 3 വർഷം കഴിഞ്ഞിട്ടാണ് കരൺ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. പാരന്റ്സിന്റെ മാരേജിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നത്. അപ്പോ പാരന്റിന്റെ മാരേജ് എപ്പോഴായിരിക്കും? 23 years ഉള്ളപ്പോഴാണ് കരന്റെ ഫാദറിന്റെ മാരേജ് നടക്കുന്നത്. അപ്പോ അമ്മയും കരണിന്റെ അമ്മയും അച്ഛനും തമ്മിൽ 6 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ എത്രയാണ്? 6 മൈനസ് 6, 23 മൈനസ് 6 എന്ന് പറയുന്നത് 17 years. ഓക്കെ, അപ്പോ കരണിന്റെ മദറിന് ആ സമയത്ത് 17 years ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആഫ്റ്റർ 10 years, ആഫ്റ്റർ 5 years, ആഫ്റ്റർ 3 years, എനിത്തിങ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ എന്താണ് നമ്മളത് ആഡ് ചെയ്യണം. എല്ലാവരുടെയും ഏജും അപ്പൊ ഡിഫറൻസ് വരും, കുറയും. പണ്ടത്തെ കാര്യം പറയുവാണെങ്കിൽ എല്ലാവരുടെ ഏജും കുറയും. എപ്പോഴും എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കിയിട്ടുള്ള കീവേഡ് എഴുതി വെക്കുക. അതിനെങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് നോക്കുക. അതിനുശേഷം സൊല്യൂഷനിലേക്ക് വരാം. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. താങ്ക് യു.